7,26,000 രൂപ കള്ള ബില്ലുണ്ടാക്കി കമ്പനിയെ പറ്റി താണ്ടാക്കിയ എമൗണ്ടാണ്. നോക്ക് കണക്കാറിട്ടില്ലെന്ന്. 5 ലക്ഷത്തിന്റെ പർച്ചേസ് നടത്തിയിട്ട് 13 ലക്ഷത്തിന്റെ ഫേക്ക് ബില്ല് ഉണ്ടാക്കണം വന്നേക്കുന്നത്. സാർ ഇത് ഫേക്ക് അല്ല സാർ, ഇത് ഒറിജിനലാണ്. പക്ഷേ 4 വർഷം ചെന്നൈ കമ്പനിയിൽ പർച്ചേസ് മാനേജറായിരുന്ന ആളാണ് ഞാൻ. ഈ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിന്റെ മാർക്കറ്റ് പ്രൈസിനെ പറ്റി നീ എന്നെ പഠിപ്പിക്കല്ലേ. ഞാനിതെന്തായാലും ഹെഡ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യും. തന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ അവിടെ കൊടുത്താൽ മതി. സാർ പ്ലീസ് സാർ റിപ്പോർട്ട് ചെയ്യില്ല സാർ, സാറിൻ്റെ പണി പോകും സാർ. ഫേക്ക് ബില്ലും ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാമല്ലോ. അത് വെച്ച് എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചോ. സാർ പ്ലീസ് സാർ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. സാർ ഞാൻ കാണേണ്ട രീതി കാണാം സാർ. എങ്ങനെ ഷെയർ തരാമോ? അതെ. എത്ര തരും സാർ? 50-50 റിസ്ക് മുഴുവൻ ഞാൻ എടുത്തോളാം. എനിക്ക് കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. ഇനിയും തന്നെ ഇവിടെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. സാർ 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 പ്ലീസ് സാർ, പ്ലീസ് സാർ, സാർ റിപ്പോർട്ട് ചെയ്യല്ലേ സാർ. സാർ സാർ ഗതികേട് കൊണ്ടാണ് സാർ. സാർ എൻ്റെ അമ്മ ഒരു കിഡ്നി പേഷ്യൻ്റാണ് സാർ. 20 ലക്ഷം രൂപയാണ് സാർ എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. സാർ ഈ നവംബറിൽ എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് സാർ. സാർ പ്ലീസ് ഈ ഒരു തവണ എന്നെ ഒന്ന് വെറുതെ വിടണം സാർ പ്ലീസ്. രാകേഷ്, ഇതൊരു ക്രൈമാണ്. ഞാനിത് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ പണി പോകുന്ന മാത്രമല്ല, താൻ അകത്താവും. ഒരു കാര്യം ചെയ്യാം, 1 മാസത്തെ സമയം തരാം. അതിനകത്ത് ഈ പറ്റിച്ച ക്യാഷ് മുഴുവൻ കമ്പനി തിരിച്ചടയ്ക്കണം. സാർ കാശിൻ്റെ ആവശ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അതിന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെ പറ്റിക്കല്ല വേണ്ടത്. സാർ 1 മാസം കൊണ്ട് എന്നെ കൊണ്ട് ഈ ക്യാഷ് ഒപ്പിക്കാൻ പറ്റില്ല സാർ. സാർ ഈ ഒരു തവണ എന്നെ വെറുതെ വിടണം. നടപ്പില്ല. 1 മാസം അതിനകത്ത് താനിത് ചെയ്തിരിക്കണം. സാർ സാർ പ്ലീസ്. താൻ ചെല്ല്, ഇതിലെ ക്യാഷ് സെറ്റിൽ ചെയ്യാൻ നോക്കും. ഹലോ, ഇതുവരെ ഇറങ്ങിയില്ലേ? കമ്പനി ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഞാൻ ഇറങ്ങാൻ പോകും. നാളെ ലീവാണല്ലോ അല്ലേ? ചെക്കപ്പിന് പോകേണ്ടതാ. അറിയാം, നാളെ ലീവാ. ശരി, പെട്ടെന്ന് വാ. റിപ്പോർട്ടൊക്കെ എടുത്തല്ലോ? എടുത്തു. ഞാൻ നോക്കണ്ടല്ലോ? വേണ്ട. നോക്കിട്ടില്ല. മോർണിംഗ് സാർ. ഞാൻ ഹരി സാറിനെ വിളിച്ച് നോക്കിയിട്ടാണ് വീട് കണ്ടുപിടിച്ചത്. താനെന്താ ഇവിടെ? ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. എന്തൊരു സാർ? താൻ വാ, ഇരിക്ക്. രാഷേ, വീട്ടിൽ വന്ന് എന്നെ കണ്ട് സോപ്പിടാനുള്ള പരിപാടിയാണെങ്കിൽ അത് വേണ്ട. എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന സമയമുണ്ടെങ്കിലേ താൻ കാശുണ്ടാക്കാൻ നോക്ക്. എന്നെക്കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം അളവ് ഞാൻ എനിക്ക് തന്നു കഴിഞ്ഞു. 1 മാസം എന്ന് പറഞ്ഞാൽ 1 മാസം. അതിനപ്പുറം 1 ദിവസം കടന്നു പോയാൽ ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യും. വേറെ എന്തെങ്കിലും പറയണ്ടോ? എന്നാ പൊയ്ക്കാം. അരുൺ, ഒപ്പി ടിക്കറ്റ് എടുത്തായിരുന്നോ? ആ, വിനയ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചാണ് സാർ. വിനയുടെ കോളേജിൽ എല്ലാ ഫ്രണ്ട്സിനെ എനിക്കറിയാമല്ലോ, പക്ഷേ രാഷ്ട്രീയ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ കോളേജിൽ പകുതിയിൽ ഡ്രോപ്പായി സാർ, അതാണ്. എന്തായാലും സാറിൻ്റെ വൈഫാണ് വിനയ എന്ന് അറിഞ്ഞ സന്തോഷം. അല്ല, ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഇനി എന്നെ സ്വാധീനിക്കാൻ നോക്കണ്ട. കുടുംബം വേറെ, തൊഴിൽ വേറെ. അങ്ങനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ബന്ധമൊന്നുമില്ല സാർ. ഞങ്ങൾ വെറും പരിചയക്കാരാണ്, അല്ലേ വിനയ? സാർ ഞാൻ വന്നതേ ക്യാഷ് ഉടനെ സെറ്റിലാവും, അതിനുള്ളൊരു വഴി എനിക്ക് ദൈവം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എന്നാ പോട്ടെ വിനയ, പോട്ടെ. എത്ര മാസമാണ്? 8. സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. എൻ്റെ ഫ്രണ്ട് നല്ല ബെസ്റ്റ് പുള്ളിയാണ്. കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വരുന്നില്ലേ? എടി, അവൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ അതും ഒത്ത് ടെൻഷൻ അടിക്കാതെ. അമ്മ, അവൻ എന്തോ ഓഫീസിൽ തിരുമറി നടത്തി അരുൺ പിടിച്ചു. ഇനി കാശ് തിരിച്ചടച്ചില്ലെങ്കിൽ അവന്റെ ജോലി പോകുന്ന അരുൺ പറഞ്ഞു. അതെങ്ങാനും സംഭവിച്ചാൽ അവൻ എൻ്റെ ജീവിതം നശിപ്പിക്കും അമ്മ. മോളെ ജോലി പോണ കാര്യമാണെങ്കിൽ അവൻ ആരെ കൊന്നെങ്കിലും പൈസ അടയ്ക്കും. മോളെ പേടിക്കാതെ.
പഴയ കാര്യങ്ങൾ ഞാൻ അരുണിനോട് പറഞ്ഞിട്ടില്ല എന്ന് അവന് മനസ്സിലായി. ഇനി അവനായിട്ട് എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നതിനെക്കാട്ടിലും ഞാൻ അങ്ങോട്ട് പറയുന്നതല്ലേ അമ്മ ശരി? നീ എല്ലാം പറ. നീ കല്യാണത്തിന് മുമ്പ് അവൻ്റെ കൂടെ ഒളിച്ചോടാൻ പോയെന്നും അലമാരയിൽ നിന്ന് 3 ലക്ഷം രൂപ എടുത്ത് കൊടുത്തത് എല്ലാം പറ. അപ്പൊ അതോടെ തീരുമല്ലോ. ആരുടെ എങ്ങാനും ഇറക്കി വിട്ടോ പിന്നെ ഈ വീട്ടിലേക്ക് വരരുത്. ക്യാഷിൻ്റെ കാര്യം എന്തായി? എന്താ സാർ? കമ്പനി അടയ്ക്കേണ്ട ക്യാഷിൻ്റെ കാര്യം എന്തായി? ഒരു മിനിറ്റ്. 15-ന് തന്നെ ഇടുമല്ലോ. ശരി സാറേ, 16-ന് ഞാൻ ക്യാഷ് സെറ്റിൽ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ദൈവം ഒരു വഴി കാണിച്ചു തന്നു. ശരി. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അവൻ എന്റെ ജീവൻ നശിപ്പിക്കും അമ്മ. നീ കരയാതെ കാര്യം പറ. ഇന്ന് ഇവിടെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടിയാന്ന്. ഞെട്ടിപ്പോയി ഞാൻ. നീ എൻ്റെ കാര്യം അരുൺ സാറിനോട് പറഞ്ഞില്ലല്ലേ? നീ മനസ്സിലായി. നിന്നെ അന്ന് ഇവിടുന്ന് കണ്ടിട്ട് പോയേ പിന്നെ നിന്റെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക്. ഇതോ നമ്മൾ അന്നേ കോവിലിൽ വെച്ച് താലി കെട്ടിയിട്ട് പിറ്റേന്ന് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യായിരുന്നത്. നീ പണ്ട് എനിക്ക് അയച്ച ലെറ്റേഴ്സ് നമ്മളെന്തായിരുന്നല്ലേ? രാകേഷേ, ഇനിയും നീ എന്നെ ദ്രോഹിക്കരുത്. നിന്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്, കീമോ ചെയ്യാൻ കാശില്ലാന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് അച്ഛൻ്റെ അലമാരിൽ ഞാൻ 3 ലക്ഷം രൂപ എടുത്തു തന്നത്. ഞാനത് അത്രയ്ക്ക് നിന്നെ സ്നേഹിച്ചത് കൊണ്ടായിരുന്നു. നീ അത് പറഞ്ഞപ്പോഴാണ്. നോക്ക്, നിന്റെ അച്ഛൻ അന്ന് എൻ്റെ പേരിൽ കൊടുത്ത പെറ്റീഷൻ എന്തായിരുന്നു? മകളെ സ്നേഹിച്ച് കല്യാണം കഴിക്കാമെന്ന് വാക്ക് നൽകി 3 ലക്ഷം കൈക്കലാക്കി ഒളിവിൽ പോയി എന്ന്. എന്തോന്ന് വിനയാണ്. നിന്റെ മാമന് ബുദ്ധി ഉള്ളതുകൊണ്ട് ഈ കേസ് വാപ്പസ് വാങ്ങി. ഇല്ലേ നിന്റെ ഭാവി എന്തായാണ്? ഒരുത്തൻ്റെ ഒളിച്ചോടി പോയ പെണ്ണിന് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കൂ? അരുൺ സാർ ഇതറിഞ്ഞാല? നീ പേടിക്കണ്ട, എൻ്റെ ഇതെല്ലാം ഭദ്രമാണ്. ഞാൻ ഇത് അരുൺ സാറിൻ്റെ കൊടുക്കൂല. നിന്റെ ഉദ്ദേശം എന്താ? കാര്യം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. എനിക്കൊരു 7 ലക്ഷം രൂപ വേണം. കാര്യം നീ അറിഞ്ഞു കാണും. ഈ സംഭവം സിമ്പിളാണ്. നിൻ്റെ അച്ഛനെ വിളിക്കുക, നിൻ്റെ ഭർത്താവിന് ഒരു 7 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറയുക. നിൻ്റെ അച്ഛൻ തരും. ഇനി നിൻ്റെ അച്ഛൻ്റെ ഇല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറയണം അച്ഛനൊരു 7 ലക്ഷം രൂപ വേണം. സിമ്പിൾ. മാക്സിമം എനിക്ക് 15-നകത്ത് തരണം. 16-ന് നിൻ്റെ ഭർത്താവിൻ്റെ ഓഫീസിൽ എനിക്ക് സെറ്റിൽ ചെയ്യാവുന്നതാണ്. ഇനി ഞാനിത് നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഡോക്യുമെൻ്റൊക്കെ കൊടുക്കുമെന്ന് പേടിച്ച് നീ ഓരോ ടെൻഷനൊന്നും അടിക്കല്ലേ. പിന്നെ 8 മാസമുള്ളൊരു കൊച്ചകത്തുള്ളതാണ്. ടേക്ക് കെയർ. 15-നകത്ത് എനിക്ക് ഫണ്ടൊന്ന് തരണം. ഓക്കെ? കല്യാണം ഉറപ്പിച്ചത് അന്നേ ഞാൻ പറഞ്ഞതാ അരുണിനോട് എല്ലാ കാര്യവും തുറന്നു പറയുന്നു. എന്നിട്ട് അമ്മ കാരണമാണ് ഞാൻ എല്ലാ കാര്യവും മറച്ചു വെച്ചത്. എന്നിട്ടിപ്പോ എന്തായി? നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ മക്കളെ ഞങ്ങൾ അങ്ങനെ. എന്നിട്ട് ഇപ്പൊ ഭാവി സേഫ് ആയല്ലോ അല്ലേ? ഈ കാശിന് ഇപ്പൊ തിരിച്ചു കൊടുത്തില്ലെങ്കിലേ അവൻ എല്ലാ കാര്യവും അരുണിനോട് പറയും. ഇതൊക്കെ കേട്ടിട്ട് അരുണിന് എന്ത് ചെയ്യുമോ എന്തോ. മോളൊന്ന് സമാധാനപ്പെടും. അവന് ആ പൈസ കൊടുത്ത് എല്ലാം തീരുമല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ആ പൈസയെ കൊടുത്ത് അവൻ്റെ അടുത്തുള്ള സാധനങ്ങൾ നമുക്ക് തിരിച്ചു വാങ്ങിക്കാം. എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്ത് പറ്റി? വൻ ചിന്തയിലാണല്ലോ. ഡേറ്റ് എടുത്തതിൻ്റെ ടെൻഷനാണോ? ഒന്നുമില്ല. ഇതെന്താ? ഇത് പാലാഴിയുടെ പ്രസവരക്ഷാ കിറ്റ്. 2-3 ദിവസമായിട്ട് നിനക്ക് നല്ല ബോഡി പെയിനും കാലുവേദനയൊക്കെ ഉണ്ടെന്ന് തുടങ്ങില്ലേ? ഈ ബോഡിയിൽ തേച്ച് വിളിച്ചാൽ വേദനയൊക്കെ മാറിക്കോളും. പിന്നെ ഈ സ്ട്രെച്ച് മാർക്സൊക്കെ വരില്ലേ, അത് മാറാനുള്ള ഐറ്റംസും ഇതിനകത്തുണ്ട്. മെയിനായിട്ട് പ്രസവശേഷം നിനക്കും കൊച്ചിനും പ്രസവ ശുശ്രൂഷകളെ എല്ലാ മരുന്നും കൂട്ടും ഇതിനകത്തുണ്ട്. പിന്നെ നിൻ്റെ അമ്മ എന്ന് വരുന്നത്? അമ്മ ഒന്നും പറഞ്ഞില്ല. അതൊന്ന് പെട്ടെന്ന് ചോദിച്ച് കൺഫേം ചെയ്യണേ. കാരണം പ്രസവം കഴിഞ്ഞ് 10 ദിവസത്തിൽ നമുക്ക് പാലയുടെ പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം നിൻ്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആൾക്കാർക്ക് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറയാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി അഡ്മിറ്റ് ആവേണ്ടി വരും. അതാവുമ്പോഴേ ഈ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കിക്കോളും. ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം.
രേഷേ, സാർ മറ്റേ ക്യാഷിൻ്റെ കാര്യമാണെങ്കിൽ നാളെ രാവിലെ അടയ്ക്കും സാർ. എടാ അതല്ല, എനിക്ക് തൻ്റെ അടുത്ത് പറയാനൊരു ചമ്മലുണ്ട്. പക്ഷെ ആവശ്യം എൻ്റെതായിപ്പോയി. എന്ത് പറ്റി സാർ? എടോ, തൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി. താൻ ആ ക്യാഷ് തിരിച്ചടയ്ക്കേണ്ട, ഞാൻ റിപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല. പക്ഷെ താൻ എന്നെ സഹായിക്കണം. എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. താൻ അന്നത്തെ പോലെ ഒരിക്കൽ കൂടെ ഒരു ഫേക്ക് ബില്ല് സെറ്റ് ചെയ്തിട്ടേ. അല്ല, വെറുതെ വേണ്ട, തനിക്കുള്ളത് താൻ എടുത്തു. ഒരു 50%, 20 ലക്ഷത്തിൻ്റെ ബില്ലുണ്ടാക്കിയിട്ട് 10 താൻ എടുത്തോ. ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? മനുഷ്യൻ്റെ ഒരു അവസ്ഥയെ സാർ. സാർ ഇത് എൻ്റെ അടുത്ത് ഒന്ന് അപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? സാർ എന്നെ രക്ഷിച്ചതല്ലേ, അപ്പോൾ എനിക്ക് സാറിനെ രക്ഷിക്കാനുള്ള കടമയില്ലേ? ഒരു 15 ദിവസം ഓക്കെയാണ്. പക്ഷെ അധികം വൈകരുത്. ഇല്ല, മാക്സിമം നേരത്തെ എടുക്കാം. ശരി. എന്തായി? ഇത് സാറ് ചോദിച്ച ക്യാഷ് എൻ്റെ ഷെയർ എടുത്തിട്ട് ഫുള്ളുണ്ട്. ഇത് സാർ ഓപ്പൺ ചെയ്യേണ്ട ഫയൽ ഫേക്കാണ്. കുഴപ്പമുണ്ടോ? ആലോചിക്കാതെ ഒപ്പിട് സാറേ. എനിക്ക് ഇന്ന് തന്നെ ഹെഡ് ഓഫീസിൽ കൊടുക്കാനുള്ളതാണ്. ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ നേരിട്ട് കൈപ്പറ്റിക്കോളാം. ഓക്കെയാണ് രണ്ടുപേർക്കും. സാർ, ഞാൻ അരുൺ സാർ പറഞ്ഞിട്ടാണ്. ആണോ? ഞാനും അരുൺ സാർ പറഞ്ഞിട്ട് വന്നതാണ്. സാറ് കണ്ടല്ലോ, ഇതാണ് പരിപാടി. ഇതുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വെൻഡേഴ്സിനും ലിസ്റ്റ് ഇതിനകത്തുണ്ട് സാർ. അവരുമായിട്ടുള്ള എല്ലാ ബിസിനസ്സും നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. വിളിക്കണ്ട. നിൻ്റെ ഈ പരിപാടിയുടെ റൂട്ടും കൂടെ നിന്ന ആൾക്കാരെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ടുതന്നെ ഞാനിത് വീണ്ടും ചെയ്യിച്ചത്. ഇന്നലെ നീ എന്നെ വിളിച്ച് ക്യാഷ് ഇന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോഴേ സാറിനെ ഞാൻ ഇൻഫോം ചെയ്തിരുന്നു. കടിച്ച പാമ്പിനെ കൊണ്ട് വേണമല്ലോ വിഷം ഇറക്കിക്കാൻ. അരുണേ, ഇയാളുടെ ഇതുവരെയുള്ള പർച്ചേസ് ലിസ്റ്റ് എനിക്ക് കിട്ടുന്നു. ഞാനിന്ന് ഹെഡ് ഓഫീസ് മെയിൽ ഇട്ട് വരാം. എനിവേ, കൺഗ്രാജുലേഷൻസ്. ടെർമിനേഷൻ ആണ് കേട്ടോ. നീ എന്താ വിചാരിച്ചത്? ഞാൻ വേറെ ഉണ്ണാക്കനാണെന്നാ? നീ വേറെ ഉണ്ണാക്കനാണ്ടാ. ഒന്നും അറിയാത്ത മണ്ടൻ. എന്നാ കാണ്, നിന്റെ ഭാര്യ വിനയ പണ്ട് എന്റെ കൂടെ നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വീട്ടുകാരെ വിട്ടിട്ട് ഇറങ്ങി വന്നതാണെന്ന്. ഇതല്ലേ? അത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അരുൺ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കല്യാണത്തിന് മുൻപ് ഞാനും രാകേഷുമായിട്ട് സ്നേഹത്തിലായിരുന്നു. ഒരിക്കൽ അവൻ്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് ക്യാഷ് അത്യാവശ്യമാണ്, ഒരാഴ്ചക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അലമാരയിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്തു. അത് വീട്ടിലാകെ പ്രശ്നമായി. സങ്കടം സഹിക്കാണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് ദൂരെ ഒരു അമ്പലത്തേക്ക് വാ, കല്യാണം കഴിച്ചോളാന്നാണ് പറഞ്ഞു. പക്ഷെ സ്വർണ്ണമൊന്നും എടുക്കാൻ എനിക്ക് മനസ്സനുവദിച്ചില്ല. വെറും കൈയോടെ വന്നപ്പോൾ അവൻ അന്ന് അവിടെ നിന്ന് മുങ്ങിയതാ. പിന്നെ ഞാൻ ഇപ്പോഴേ കാണുന്നത്. ഇത്രയും കാലം നീ ഇത് പറയായിരുന്നു എന്തുകൊണ്ടാണ്? കല്യാണത്തിന് മുമ്പേ പറയണമെന്ന് കരുതിയതാ. പക്ഷെ
കല്യാണം മുടങ്ങും. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അച്ഛനും അമ്മ എന്തെങ്കിലും കടുകയോ ചെയ്യുമെന്ന് പറഞ്ഞു. കല്യാണത്തിന് ശേഷം പറയായിരുന്നല്ലോ. അപ്പോൾ അരുൺ എന്നെ ഉപേക്ഷിച്ചാലോ? അങ്ങനെ വന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തുകളെന്ന് പറഞ്ഞാണ് വീട്ടുകാർ. പിന്നെ ഒരുമിച്ച് ജീവിക്കുന്ന അവരല്ല, നമ്മളാണ്. ഞാൻ ഇത്രയും കാലം നിൻ്റെ അടുത്ത് ഓപ്പണായിരുന്നു. പക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കാര്യം നീ എൻ്റെ അടുത്ത് മറച്ചു വെച്ചു. അല്ല, ഇപ്പം എന്താ ഇത് പറയാൻ തോന്നിയത്? ഇതൊക്കെ ആദ്യമേ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ? നീയുമായിട്ട് ജീവിച്ചു തുടങ്ങി അന്ന് മുതലുള്ള കാര്യം മാത്രം ഞാൻ ബോധർ ചെയ്യുന്നുള്ളൂ. പക്ഷെ നിന്റെ തെറ്റെന്താന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ടും അതെന്നോട് സൂചിപ്പിക്കുമല്ലോ നീ ചെയ്തിട്ടില്ല. എന്നാലും അമ്മയെ വിളിച്ചിട്ട് കാശൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞാലേ ആ ഫ്രോഡിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നേ എനിക്കറിയാം. എടാ, അവൾ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതുകൊണ്ടാണ് നിന്നെ സഹായിച്ചതും നീ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നത്. അവളെപ്പോലത്തെ ഒരുത്തിയെ കിട്ടാനുള്ള യോഗ്യത നിനക്കില്ലടാ. നീ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ ഭാര്യ അടുത്ത് ഷോ ഇറക്കുമല്ലേ? ഇത് ടെർമിനേഷനിൽ തീരാൻ പോലില്ല. വീട്ടിൽ കയറി അവളെ വിരട്ടിയനെ അവളൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള കാര്യം ജയിലിൽ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. വിവാഹത്തിന് മുമ്പുണ്ടായ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റി പാർട്ട്ണറിനോട് പറയാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. വിവാഹത്തിന് മുമ്പ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം തന്നെ നടക്കില്ല എന്ന പേടിയിലും, വിവാഹത്തിന് ശേഷം ഇതൊക്കെ അറിഞ്ഞാൽ പാർട്ട്ണർ നമ്മളെ വിട്ടിട്ട് പോകുമോ എന്ന പേടിയിലും പലരും ഈ കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കും. ഇവിടെ പ്രശ്നം എന്തെന്നാൽ ഭാവിയിൽ ഇത് നമ്മൾ പറയാതെ തന്നെ അവർ മറ്റെന്തെങ്കിലും വഴിയിലൂടെ ഇതൊക്കെ അറിഞ്ഞാൽ അതോടെ അവർക്ക് നമ്മളോടുള്ള വിശ്വാസം തന്നെ ഇല്ലാതാവും. അതുമാത്രമല്ല, അവരിനി ഇത് അറിഞ്ഞില്ലെങ്കിൽ തന്നെ പാർട്ട്ണറിനോട് ഇത്രയും കാലം ഇതൊക്കെ മറച്ചു വെച്ചു എന്നുള്ളൊരു കുറ്റബോധം നമ്മൾ ലൈഫ് ലോങ് കൊണ്ടു നടക്കേണ്ടി വരും. ഈ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ കഴിവതും കല്യാണത്തിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി വിവാഹശേഷമാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ സ്വഭാവവും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അൾട്ടിമേറ്റ്ലി ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അതുപോലെ കപ്പിൾസിനിടയിൽ ഇത്തരം ഓപ്പണായിട്ടുള്ള കോൺവെർസേഷൻസ് നടക്കണമെങ്കിൽ പാസ്റ്റിനെ പാസ്റ്റായി കാണാനുള്ള പക്വത കൂടി നിങ്ങൾക്കുണ്ടാവണം. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. സീരിയസ് ആയിട്ടുള്ള പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റി പാർട്ട്ണറിനോട് പറയേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പാർട്ട്ണറിനോട് എന്ത് കാര്യങ്ങളും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു ബോണ്ടിങ് എല്ലാവർക്കും ഉണ്ടാവാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണുക. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്ന പാലാഴി ആയുർവേദ, അമ്മയ്ക്കും കുഞ്ഞിനും പാരമ്പര്യത്തിൻ്റെ കരുതൽ.